ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും രസമാണ്, പക്ഷെ അത് സൂപ്പായിരുന്നു. അതിൻ്റെ കഷ്ണങ്ങൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ബാക്കി വെക്കണം. ഇത്തവണ മലേഷ്യയിൽ രണ്ടാമത്തെ തവണ ഫാമിലി ആയിട്ട് ടൂർ പോയപ്പോൾ രാത്രി റെസ്റ്റോറൻറ്റ്സ് ഒന്നും അങ്ങനെ ഓപ്പൺ ആയി കണ്ടില്ല. അങ്ങനെ ഫുഡ് കപ്പി നടന്നപ്പോഴേക്കും റോഡ് സൈഡിലുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവിടെ കയറി വേറെ ലെവൽ ഫുഡാണെന്ന്. നാസി ഗോറങ് അയം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ട്, ടൊമ്യം ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, മീ ഗോറങ് അയം പറഞ്ഞിട്ടുണ്ട്. ഈ അയം എന്ന് പറഞ്ഞാൽ ചിക്കൻ. അമ്മ ജയലളിതയ്ക്ക് പഠിക്കുന്നതാണ് ഇവിടെ വന്നപ്പോൾ. നാസി ഗോറങ് ചിക്കനാണ് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്, കുഴപ്പമില്ലെന്നാ നല്ലതാണ്. ഏതെങ്കിലും ഒന്ന് പറ. ഇത് എപ്പോൾ ചോദിക്കുമ്പോൾ ഇത് തന്നെ കുഴപ്പമില്ലെങ്കിൽ, അല്ലെങ്കിൽ അമ്മയോട് ആരെങ്കിലും ധൃതി പിടിച്ച് ഞാൻ അഭിപ്രായം പറയാൻ പറഞ്ഞു കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇത് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ മറ്റേ തലാട്ടും. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മീ ഗോറങ് ചിക്കൻ കഴിച്ചിട്ട് പറയാൻ എങ്ങനെയുണ്ട്? കുറച്ചുകൂടി പോയാ അല്ലാതെ എങ്ങനെയുണ്ട്? സാധനം ഉണ്ട്, ഗുഡ് ഗുഡ്. ആ ടൈപ്പ് മീൻ കുറഞ്ഞല്ല, ഒരു ബഡ്ജറ്റ് തമിഴ്നാട് ഫ്രണ്ട്ലി മീൻ കുറഞ്ഞല്ലേ, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നാസി കുറഞ്ഞ എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു കേട്ടോ. അവിടെ പാനേഷ്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ടൈപ്പല്ല. നാസി കുറങ്ങിൽ നാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് വെച്ചുള്ള ഗൊറങ്ങ്, മീ ഗൊറങ്ങ് എന്ന് പറഞ്ഞാൽ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഡിൽസ് വെച്ചുള്ള ഗൊറങ്ങ്. ഗൊറങ്ങെന്ന് പറഞ്ഞാൽ കുരങ്ങ്. ടൊമ്യം സൂപ്പ് വന്നിട്ട് ടേസ്റ്റ് എങ്ങനെയാണ് കഴിച്ച് നോക്കിയിട്ട് പറയാം. ലുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് ടൊമ്യം സൂപ്പല്ല, പക്ഷെ സൂപ്പ് കൊള്ളാം. ടൊമ്യമല്ല, വേറെ സാധനമാണ്. നല്ല ബ്രൂ കോഫി. ഇതിന് ഞാൻ ടൊമ്യം സൂപ്പ് എന്നല്ല വിളിക്കണത്, പകരം തമ്പനും ജമ്പനും അങ്ങനെ വല്ലതും വിളിക്കാം, അല്ലെങ്കിൽ യമ്പനും. ഇത് തമിഴ്നാട് വെർഷൻ ഓഫ് നമ്മുടെ തായ് സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വേപ്പലേക്ക ഒരു തമിഴ്നാട്ടിലൊരു ചേട്ടൻ ടൊമ്യം പരീക്ഷ എങ്ങനെയുണ്ടോ അതാണ് സാധനം, വിത്ത് കുറച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് അല്ലേ. പക്ഷെ കൊള്ളാം, ടൊമ്യമായിട്ട് കുടിക്കരുതെന്നേ ഉള്ളൂ. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും രസമാണ്, പക്ഷെ അത് സൂപ്പായിരുന്നു. അതിൻ്റെ കഷ്ണങ്ങൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ ബാക്കി വെക്കണം. ഞാൻ പൊതുവേ എനിക്കറിയാം മൊത്തം തിന്നിരിക്കണം, പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റില്ല. ഈ രസം എനിക്ക് വേണ്ട. വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം കഴിച്ചു തീർത്ത്. പക്ഷെ ഇനി വരുമെന്ന് വെച്ചാൽ നോ. കഴിച്ച് ഈ സമയത്ത് വേറെ റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയത്. സംഭവം ഫുഡ് എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ തമിഴ് വൽക്കരിക്കപ്പെട്ട ഭയങ്കര തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ടൈപ്പ് ഫുഡ്, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടൊമ്യം എന്ന് പറയുമ്പോൾ നമ്മൾ തായ് ഫുഡാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇത് തമിഴ്നാട് സ്റ്റൈൽ ടൊമ്യമായിപ്പോയി.